ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് പുറത്തുവന്ന വാർത്തയായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് അപകടം സംഭവിച്ചു എന്നുള്ളത്. മോശം കാലാവസ്ഥയെ തുടർന്ന് അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നുവെന്ന വാർത്ത ആദ്യം പരന്നെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടെന്നുള്ള വിവരം പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുവെന്ന് ആദ്യം സ്ഥിരീകരിച്ചത് പെന്റഗൺ തന്നെയായിരുന്നു. സംഭവം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തര യോഗം വിളിച്ചതാണ് റൈസിയുടെ വധം സംബന്ധിച്ച കൂടുതൽ അഭ്യൂഹങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ അത് വെറും അഭ്യൂഹമല്ല, റൈസി വധത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണെന്ന് ഇറാനും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെയും അസർബൈജാന്റെയും പിന്തുണയോടെ മൊസാദ് റൈസിയെ വധിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പലസ്തീൻ വംശഹത്യയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇറാനെതിരെ ഇസ്രായേൽ വലിയ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇതിൽ പ്രകോപിതനായ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വേണ്ടിവന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും പറഞ്ഞിരുന്നു. തങ്ങൾക്കെതിരെ ഇനിയും ആക്രമണം നടത്തിയാൽ തച്ചുടയ്ക്കുമെന്നാണ് ഇസ്രായേലിന് ഭീഷണി കലർന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എത്തിയത്. 3 ദിവസത്തെ പാകിസ്ഥാൻ സന്ദർശനത്തിനിടെയായിരുന്നു റൈസിയുടെ ഈ വാക്കുകൾ. സയനിസ്റ്റ് ഭരണകൂടം ഇനിയും തെറ്റുകൾ ആവർത്തിക്കുകയോ ഇറാന്റെ പുണ്യഭൂമിയെ ആക്രമിക്കുകയോ ചെയ്താൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമെന്നും പിന്നീട് ആ ഭരണകൂടത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്ന് അറിയില്ലെന്നും ലാഹോർ സർവകലാശാലയിൽ സംസാരിക്കവെയായിരുന്നു ഇബ്രാഹിം റൈസി പറഞ്ഞത്. പിന്നാലെ റൈസി ഇറാനിൽ തിരിച്ചെത്തുകയും പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുകയും ചെയ്തതാണ്. ഈ വിവരം ചോർത്തിയെടുത്ത അമേരിക്ക ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ഇസ്രായേലിൽ നൽകിയത് കഴിഞ്ഞ ആഴ്ചയാണ്. പുതിയ സാഹചര്യത്തിൽ അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നതായി പെന്റഗണിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറാന് ആണവായുധം പ്രയോഗിക്കാൻ കൂടിയാലോചിക്കേണ്ട ആവശ്യമില്ല. ഖുറാനിലെ ചില വാചകങ്ങൾ എഴുതി ചേർത്ത ഒരു പേപ്പറിൽ ഖൊമേനി ഒപ്പുവെച്ച് മിനിറ്റുകൾക്കകം തന്നെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആണവ ബോംബുകൾ പാഞ്ഞെത്തും. ഈ ഒരു പേപ്പറിൽ മാത്രമാണ് ഇറാൻ ആ വാചകം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മണിക്കൂറുകൾക്കകം അതുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ രാജ്യാന്തര ആണവായുധ നിയമങ്ങൾ ലംഘിക്കാൻ ഒരുങ്ങുന്നതായി അമേരിക്ക ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ആക്രമണമുണ്ടായാൽ കുറ്റമെല്ലാം ഇറാന്റെ തലയിൽ കെട്ടിവെച്ച് ഇറാനെ ഒറ്റപ്പെടുത്താമെന്നും പതിയെ ഇറാന്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അമേരിക്ക ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയതോടെ ഇറാന് പിന്തുണയുമായി ഹിസ്ബുള്ളയും ദക്ഷിണാഫ്രിക്കയും മറ്റ് അറബ് രാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് ഹിസ്ബുള്ളയായിരുന്നു. ചാമ്പലാകാൻ തയ്യാറെടുക്കൂ എന്നായിരുന്നു ഹിസ്ബുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. യാതൊരു കാരണവശാലും പിന്നോട്ടില്ലാത്ത നിലപാട് മറ്റ് അറബ് രാഷ്ട്രങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നാലെ അമേരിക്കൻ സൈന്യം ഇസ്രായേലിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ ആണവായുധം പ്രയോഗിച്ചാൽ സാംസൺ ഓപ്ഷൻ എടുക്കാനുള്ള സമയം പോലും ഇസ്രായേലിന് കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല, പലസ്തീൻ വിഷയത്തിൽ യുദ്ധകാല മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ നെതന്യാഹുവിന്റെ പിന്തുണ കുറഞ്ഞു വരികയുമാണ്. പ്രതിരോധ മന്ത്രി പരസ്യമായി നെതന്യാഹുവിനെതിരെ നിലപാട് സ്വീകരിച്ചത് നെതന്യാഹുവിന് വലിയൊരു തിരിച്ചടി കൂടി സമ്മാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആണവ പ്രത്യാക്രമണം എന്നത് ഇസ്രായേലിന് വിദൂരവുമാണ്. വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളിലൊന്ന് എന്ന ഖ്യാതിയും ഇറാൻ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ റഷ്യയുടെ കൂടെ പിന്തുണ ഇറാന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത പരമോന്നത നേതാവിനെ വധിച്ചതിനാൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നാണ് ഇറാൻ പ്രസ്താവിച്ചിരിക്കുന്നത്. അരാസ് നദിയിൽ അസർബൈജാനും ഇറാനും സംയുക്തമായി നിർമ്മിക്കുന്ന 3ാമത്തെ അണക്കെട്ടായ ഹിസ് ഖലാസി ഡാമിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് ഞായറാഴ്ച രാവിലെ പ്രസിഡന്റ് എത്തിയത്. അസർബൈജാൻ പ്രസിഡന്റിനൊപ്പം സംയുക്തമായിട്ടായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം തിരികെ പോകുന്ന വഴിക്കായിരുന്നു അപകടമെന്നാണ് പറയുന്നത്. റൈസിയോട് താൻ സൗഹാർദ്ദപരമായ വിടവാങ്ങലായിരുന്നു നടത്തിയതെന്നാണ് അപകട വാർത്ത അറിഞ്ഞ ശേഷം അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പ്രതികരിച്ചത്. അസർബൈജാനും ഇറാനും തമ്മിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ സന്ദർശനം ഏറെ തന്ത്രപ്രധാനമായിരുന്നു. 2023-ൽ ടെഹ്റാനിലെ അസർബൈജാൻ എംബസിക്ക് നേരെ നടന്ന വെടിവയ്പും ഇസ്രായേലുമായുള്ള അസർബൈജാൻ നയതന്ത്ര ബന്ധവും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാക്കുകയാണ് ചെയ്തത്. ഇറാനിലെ ഷിയ മതഭൂരിപക്ഷം അസർബൈജാന്റെ മേഖലയിലെ തങ്ങളുടെ പ്രധാന ശത്രുവായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. കടുത്ത മതനിലപാടുകൾ പിന്തുടരുന്ന വ്യക്തിയായിട്ടാണ് 63-കാരനായ ഇബ്രാഹിം റൈസി അറിയപ്പെടുന്നത് തന്നെ. രാജ്യത്തെ ജുഡീഷ്യറിയുടെ തലപ്പത്ത് നിന്നാണ് റൈസി പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ പ്രധാന സഹായിയാണ് റൈസി. ഖൊമേനിയുടെ മരണശേഷമോ അദ്ദേഹം സ്ഥാനമൊഴിയുകയോ ചെയ്താൽ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് മുഖ്യമായി പരിഗണിക്കപ്പെടുന്ന നേതാവ് കൂടിയായിരുന്നു ഇബ്രാഹിം റൈസി. ഇറാന്റെ അവസാന വാക്ക് എന്ന് പരമോന്നത നേതാവായ ഖൊമേനിയാണ് വിശേഷിപ്പിക്കുന്നത്.
85-കാരനായ ഖൊമേനി റൈസിയുടെ നയങ്ങളെ അംഗീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പരമോന്നത നേതാവ് ആകാനുള്ള മത്സരത്തിൽ റൈസിക്ക് തന്നെ എല്ലാവരും മുൻതൂക്കം കൊടുത്തിരുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് റൈസി വിജയിച്ചെത്തുന്നത്. പ്രായോഗികവാദിയായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ഹസൻ റുഹാനിയുടെ പിൻഗാമിയാണ് റൈസി എത്തിയത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണുമായി ചർച്ചകൾ നടത്തിയ പ്രസിഡന്റായിരുന്നു റൂഹാനി. എന്നാൽ 8 വർഷത്തെ റൂഹാനിയുടെ ഭരണകാലയളവ് അവസാനിച്ചതിന് പിന്നാലെ അധികാരത്തിന്റെ എല്ലാ ശാഖകളുടെയും നിയന്ത്രണം കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുടെ കൈകളിലാവുകയായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട ഇബ്രാഹിം റൈസി. 1988 ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തോടെ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ടവധശിക്ഷ നടത്തിയതിൽ റൈസിക്കും പങ്കുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. റൈസിയുടെ കീഴിലാണ് ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം വേഗത്തിലാക്കിയതും അന്താരാഷ്ട്ര പരിശോധനകൾ തടസ്സപ്പെടുത്തി ലോകത്തെ വെല്ലുവിളിക്കുന്നതും. യുക്രൈൻ അധിനിവേശം നടത്തുന്ന റഷ്യയ്ക്ക് ആയുധ വിതരണം ചെയ്യുന്ന ഇറാൻ ഈ മാസമാണ് ഇസ്രായേലിന് ഡ്രോണുകളും മിസൈലുകളും അയച്ചു നൽകിയത്. ഇതിന് പകരമായി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതാദ്യമായിട്ടായിരുന്നു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ സംഘങ്ങൾക്ക് സഹായം ചെയ്ത പ്രധാനികൾ എന്ന ദുഷ്പേരും ഇതിനിടയിൽ ഇറാൻ സമ്പാദിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികൾക്കും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങൾ അടക്കമുള്ള ഇറാന്റെ സഹായം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 1 സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി 13 നടത്തിയ പ്രത്യാക്രമണം രാജ്യം ശിക്ഷ നൽകുന്നത് എങ്ങനെയാണെന്നതിന്റെ ഉദാഹരണം തന്നെയായിരുന്നു. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരായി ദമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന്റെ നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ നൽകിയ വലിയ ശിക്ഷയായിരുന്നു ഇസ്രായേലിന്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചടിക്കാൻ ഇറാൻ മുതിർന്നിരുന്നില്ല. അതിനിടയിലാണ് റൈസിയുടെ കൊലപാതകവും സംഭവിച്ചിരിക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതോടെ ഇറാൻ ഭരണഘടന പ്രകാരം 1ാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബാർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രത്യേക കൗൺസിലായിരിക്കും ഭരണഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അടുത്ത 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പും നടക്കും. രക്ഷാദൗത്യത്തിന് റഷ്യയുടെയും തുർക്കിയുടെയും സഹായം ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ തന്നെ അയച്ചാണ് തിരച്ചിൽ നടത്തിയത്. 12 മണിക്കൂറിലധികമായി 40-ലേറെ സംഘങ്ങൾ നടത്തിയ തിരച്ചിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്താനായത്. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകടസ്ഥലം കണ്ടെത്തിയെന്നും ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഹെലികോപ്റ്ററിന് സമീപത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും ഇറാൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു. തകർന്ന ഹെലികോപ്റ്ററിന് അരികിൽ രക്ഷാപ്രവർത്തകരെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തകർന്ന ഹെലികോപ്റ്ററിന്റെ സമീപത്തു നിന്നുള്ള ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്.